ഇരുൾ നമ്മെ മൂടിയിടുമ്പോൾ ലോക വെളിച്ചമായവനണയും. രോഗികളായിടുമ്പോൾ സൗഖ്യദായകൻ അവൻ കരുതും. അവനാലയത്തിൻ സ്വർഗ നന്മകളാൽ, അവനാലയത്തിൻ സ്വർഗ നന്മകളാൽ നമ്മെ നിറച്ചിടും അനുദിനവും. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. അതേ പ്രിയ ദൈവമക്കളെ, ഇരുൾ നമ്മെ മൂടിടുമ്പോൾ ലോക വെളിച്ചമായിരിക്കുന്ന നല്ല കർത്താവ് നമ്മുടെ മേൽ പ്രകാശിച്ച് ഓരോ ദിവസവും തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിച്ച് കർത്താവ് നമ്മെ ജയോത്സവമായി നടത്തുന്നുവല്ലോ. ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ വിശുദ്ധ ദിവസത്തിലും അല്പസമയ ചിന്തയ്ക്കാധാരമായി 118 സങ്കീർത്തനങ്ങൾ അതിൻ്റെ 27 വചനം നമുക്ക് വായിക്കാം. യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവിൻ. അതേ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം, ജീവിക്കുന്ന ദൈവം. സകല ദൈവന്മാരിലും മഹാനായ രാജാതിരാജാവായ ഏറ്റവും ഉയർന്നവനായ എല്ലാ നാമത്തിനും മേലായ നാമമുള്ള യേശു കർത്താവാണ് നമ്മുടെ ദൈവം. അതെ, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. നമുക്കറിയാം, യേശു ക്രിസ്തു ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആ കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അതെ, ഈ നാളുകളിൽ ദൈവം നമുക്ക് പ്രകാശം നൽകിയിരിക്കുന്നു, വെളിച്ചം നൽകിയിരിക്കുന്നു. ആ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് യേശു ക്രിസ്തു എന്ന പ്രകാശം ആമേൻ സ്തോത്രം മറ്റുള്ളവരിലേക്ക് പ്രകാശിക്കുവാൻ ഇടയായി തീരട്ടെ. സ്തോത്രം. ഇന്ന് നാം കടന്നു പോകുന്ന പ്രതിസന്ധികൾ എത്ര അന്ധകാരം നിറഞ്ഞതായിരുന്നാലും കൂരിരുൾ താഴ്വരയായിരുന്നാലും നിശ്ചയമായി ഇവിടെ വിശ്വാസത്തോടെ നമുക്കും കൽപ്പിക്കാം, പ്രഖ്യാപിക്കാം, പ്രത്യാശയോടെ നമുക്കും പറയാം, അവനെ യഹോവ തന്നെ ദൈവം. ആ ദൈവം നമ്മെ കൈവിടുകയില്ല, നമ്മെ ഉപേക്ഷിക്കുകയില്ല. എപ്പോഴും കൂരിരുൾ താഴ്വരയല്ല, എപ്പോഴും അന്ധകാരം നിറഞ്ഞ പാതകളല്ല, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. സ്തോത്രം. വീണ്ടും നാം വായിക്കുന്നു, യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവൻ. അതിൻ്റെ അർത്ഥം ആ യഹോവ തൻ്റെ ദൈവമായിരിക്കുന്ന ആ ജീവനുള്ള ദൈവത്തെ, ആ ഏറ്റവും ഉയർന്നവനായ കർത്താവിനെ, എല്ലാ നാമത്തിലും മേലായ നാമമുള്ള യേശു കർത്താവിനെ ആമേൻ സ്തോത്രം നാം ആരാധിക്കേണ്ട വണ്ണം ആരാധിക്കണം. തൻ്റെ നാമത്തിന് തക്ക മഹത്വം നാം കൊടുക്കണം. ഇവിടെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവിനെന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ കാര്യമായിരുന്നാലും പുതിയ നിയമത്തിൽ നാം നമ്മെ തന്നെ, നമ്മുടെ ശരീരത്തെ ദൈവത്തിന് പ്രസാദവും ഹിതവുമായ ആമേൻ പൂർണ്ണതയുള്ള യാഗമായി നാം സമർപ്പിക്കണം. ആമേൻ പൂർണ്ണതയും ദൈവഹിതവുമുള്ള ആമേൻ സ്തോത്രം, ആമേൻ പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിനെന്ന വചനപ്രകാരം ഈ ലോകത്തിന് രൂപമാകാതെ ഈ നാളുകളിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഒരു യാഗമായി നാം സമർപ്പിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആ യാഗത്തിൽ കർത്താവ് പ്രസാദിക്കും. സ്തോത്രം. പുറമേയുള്ള ആമേൻ സ്തോത്രം നമ്മുടെ ശരീരം കൊണ്ടുള്ള ആമേൻ കയ്യടിയും പാട്ടും ആമേൻ സ്തോത്രം അതൊക്കെ നല്ലതാണ്. എന്നാൽ ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയം ആമേൻ നാം പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടുവോ എന്നതാണ്. ഈ നാളുകളിൽ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ യഹോവ ഹാബീലിനും അവൻ്റെ യാഗത്തിൽ
യാഗത്തിലും പ്രസാദിച്ചു. അതെ, യാഗമൃഗമുള്ളത് നല്ലതാണ്, യാഗവസ്തുക്കളുള്ളതാണ് നല്ലതാണ്. എന്നാൽ കർത്താവ് ആദ്യം നമ്മെയാണ് നോക്കുന്നത്. അത് നമ്മെ തന്നെ യാഗമായി സമർപ്പിക്കാൻ. നമുക്കറിയാം, ലോകത്തിൻ്റെ വെളിച്ചമായ യേശു ക്രിസ്തു ഈ ഭൂമിയിലെ സകല മാനവരാശികൾക്ക് വേണ്ടി അവൻ ക്രൂശിൽ യാഗമായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. അവൻ യേശു ക്രിസ്തു തൻ്റെ രക്തത്തെ മറുവിലയായി നമുക്ക് വേണ്ടി നൽകി. അവയെ സകല ജാതികൾക്ക് വേണ്ടി യേശു ക്രിസ്തു യാഗമായി തീർന്നു. ആ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. ആ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നാം യാഗമായി സമർപ്പിക്കുമെങ്കിൽ നിശ്ചയമായി കർത്താവ് ഇനിയും നമ്മുടെ മേൽ പ്രകാശിപ്പിച്ച്, തൻ്റെ തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിച്ച് നമ്മെ ജയത്തോടെ നടത്തും. ഇരുൾ നിറഞ്ഞ ആമേൻ സ്തോത്രം സാഹചര്യങ്ങളിൽ വെളിച്ചം പകരും. അനേകരെ പ്രകാശത്തിലേക്ക് നയിക്കുന്നവരായി നമ്മെ മാറ്റും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മേവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം ചെയ്ത നന്മകളെ ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസം കൂടെ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായി സ്തോത്രം. ഈ പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി സ്തോത്രം. അതേ നാഥ, അങ്ങ് മാത്രം ദൈവം, അങ്ങ് തന്നെയാണ് ദൈവം. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് പ്രകാശം തന്നിരിക്കുന്നു. നന്ദി അപ്പാ, നന്ദി. ഞങ്ങൾ വിശ്വസിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നാളുകളിൽ കർത്താവ് മറ്റുള്ളവരുടെ മുൻപിൽ ഞങ്ങളുടെ നല്ല പ്രവൃത്തികൾ കൊണ്ട് ഞങ്ങൾ പ്രകാശിക്കുന്നവരായി മാറുവാനും മാത്രമല്ല അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം കരയേറ്റി ഈ നാളുകളിൽ ദൈവം പ്രസാദിക്കുന്ന യാഗമ ഞങ്ങളായി തിരുവൻ സമർപ്പിക്കുന്നു. സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. പ്രാർത്ഥന കിട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ബ്ലെസ്ഡ് സൺഡേ. മേ ഗോഡ് ബ്ലെസ് യു.